ISLിൻ്റെ 2025-26 ഫുട്ബോൾ സീസൺ വരുന്ന ഫെബ്രുവരി 14-ാം തീയതിയോടുകൂടി ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ISLനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധികൾക്ക് ശേഷം വളരെയധികം ഒരുപാട് ചർച്ചകൾക്കൊക്കെ തന്നെ ശേഷമാണ് നിലവിൽ ISL ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ഇക്കുറി ഒരുപാട് മാറ്റങ്ങളോട് കൂടി തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ കണ്ടതിനേക്കാളൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇത്തവണത്തെ ISL സീസണിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പോരാട്ടം, അതായത് സീസൺ സ്റ്റാർട്ടർ തന്നെ ഈ ഒരു പോരാട്ടം തന്നെയായിരിക്കും. അതായത് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തോടു കൂടി, അതായത് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ആരാധക പിന്തുണയുള്ള അത്രയും അധികം ഫാൻ സപ്പോർട്ടുള്ള രണ്ട് ക്ലബ്ബുകളുടെ പോരാട്ടം വെച്ച് തന്നെയാണ് ഇക്കുറിയും ISL ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 13ഓളം ലീഗ് മത്സരങ്ങളാണ് ഉണ്ടാവുക. ലീഗിൽ 14 ക്ലബ്ബുകളാണ് ഉള്ളത്. ഓരോ ക്ലബ്ബുകൾക്കും സിംഗിൾ ലെഗ് മാച്ചസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ മൊത്തം 13 മാച്ചസ് ഒരു ക്ലബിന് അവൈലബിൾ ആയിരിക്കും. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 9ഓളം മത്സരങ്ങൾ വരെ ഹോം മത്സരമായിട്ട് ലഭിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയെക്കുറിച്ചും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണുകളിലും സൂപ്പർ കപ്പിലും ഒക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നിട്ടുണ്ടായിരുന്ന എല്ലാ വിദേശ താരങ്ങളെയും ക്ലബിൽ നിന്ന് റിലീസ് ചെയ്യുകയും മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് ലോണിൽ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാല്യൂ, അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഫീൽ അധികം എക്സ്പെൻസ് ഇല്ലാത്ത ഒരുപാട് 5ഓളം വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഒമർ ബാ, ഡിഫൻഡർ പൊസിഷനിൽ ഒമർ ബാ എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം മുമ്പ് കെവിൻ യോക്കെ, മത്യാസ് ഹെർണാണ്ടസ്, അതോടൊപ്പം തന്നെ മാർലോൺ റൂസ്, അതോടൊപ്പം തന്നെ വിക്ടർ ബെർത്തോമ്യു എന്ന് പറയുന്ന 5ഓളം താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന പുതിയതായിട്ടുള്ള താരങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത്ര കണ്ടൊരു മികച്ച പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള താരങ്ങളെക്കുറിച്ച് അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും നമുക്ക് പലപ്പോഴായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സോ എങ്കിൽ പോലും ഈ ഒരു 5ഓളം വിദേശ താരങ്ങളാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ പുതുതായിട്ട് എത്തിച്ചിട്ടുള്ളത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എബിൻ ദാസ് എന്ന് പറയുന്ന അക്കാഡമി പ്ലെയറിനെയൊക്കെ തന്നെ ടീമിലേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിട്ടുള്ള സലാഹുദ്ദീൻ അദ്നാനെ നിലവിൽ മോഹൻ ബഗാനിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോം കമ്മിങ് നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമി പ്ലെയർ ആയിരുന്നു ഇദ്ദേഹം. അതിനുശേഷം മോഹൻ ബഗാനിലേക്ക് ചേക്കേറുകയും പിന്നീട് നിലവിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി ഒരു പുതിയ നല്ലൊരു മാറ്റത്തോടു കൂടി തന്നെയാണ് ISLിന് വേണ്ടി, ISLിൻ്റെ 2025-26 ഫുട്ബോൾ സീസണിന് വേണ്ടി ഇറങ്ങുവാനായിട്ട് പോകുന്നത്. ഈ ഒരു സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി നേടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്കുറി ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത്തവണ ഒരു ലീഗ് സ്ട്രക്ചർ, അത് ഫോർമാറ്റിലായിരിക്കും ISL നടക്കുക. അതായത് 1ാം സ്ഥാനത്ത് വരുന്ന ക്ലബ്ബായിരിക്കും ചാമ്പ്യന്മാരാവുക, അല്ലാതെ ഒരു പ്ലേ ഓഫ് സ്ട്രക്ചർ ഉണ്ടാവുകയില്ല. അത് നമുക്കറിയാം നേരത്തെയുള്ള ലീഗുകളിലൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLിൽ 2ഓളം ട്രോഫീസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതായത് ലീഗ് ഷീൽഡും അതോടൊപ്പം തന്നെ പ്ലേ ഓഫ് കളിച്ച് കിട്ടുന്ന ചാമ്പ്യൻഷിപ്പും, അങ്ങനെയായിരുന്നു 2ഓളം ട്രോഫീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും നിലവിൽ ആ ഒരു ലെവൽ ഓഫ് ഇല്ലാതെ നിലവിൽ ISL ടോപ്പ് എത്തുന്ന, അതായത് ISL കപ്പ് എന്ന് പറയുന്നത് ലീഗ് ചാമ്പ്യന്മാരാവുന്ന ക്ലബ്ബായിരിക്കും ആവുക. വെറും 13 മത്സരങ്ങൾ മാത്രമുള്ള ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള സ്ട്രക്ചറുകളൊക്കെ തന്നെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. പോരാത്തതിന് ഇത്രയും വൈകിയാണ് ISL ആരംഭിക്കുന്നത്. സാധാരണ നമുക്കറിയാം ഈ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു പകുതിയോളം തന്നെ ISL എത്തേണ്ടതാണ്. ഒരു 10ഓളം മാച്ചസ് ഹോം, ഫസ്റ്റ് എല്ലാ ക്ലബ്ബുകളുടെയും ഹോം മാച്ചസ് ഒക്കെ തന്നെ, അതായത് ഹോം അല്ലെങ്കിൽ 10ഓളം മാച്ചസ് ഒരു ക്ലബിൻ്റെ പൂർത്തിയാവേണ്ട ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ടൈം പീരീഡാണ് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, ഒരു മാസം ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ആവേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും നടക്കാത്തത് കൊണ്ടും വളരെയധികം ബിസി ഷെഡ്യൂൾ ഉള്ളതിനാലൊക്കെ തന്നെ ഒരുപാട് വെട്ടിച്ചുരുക്കുകളും അതോടൊപ്പം തന്നെ പുതിയ സ്പോൺസേഴ്സിനെയൊക്കെ തന്നെ തേടേണ്ടി വരുന്ന സിറ്റുവേഷനും ഒക്കെ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ഒരുപാട് മാറ്റങ്ങളോട് കൂടി നിലവിൽ ISLൻ്റെ ഈ ഒരു സീസൺ നടത്തുന്നത്. പോരാത്തതിന് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഇനി വരാൻ പോകുന്ന ISLെ 13ാം സീസണിലെങ്കിലും, ഇത് 12ാം സീസണാണ്, ഇനി വരാനായിട്ട് പോകുന്ന 13ാം സീസണിലെങ്കിലും നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന പഴയ ISL ലഭിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി പുതിയ സ്പോൺസേഴ്സും അതുപോലുള്ള പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റുകളും ഒക്കെ തന്നെ ആയിട്ട് പല കമ്പനികളും മുൻപോട്ട് കടന്നു വരേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ വീണ്ടും വളരുക തന്നെ ചെയ്യുന്നതായിരിക്കും.